നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ അജയൻ കടയ്ക്കൽ. ഓം ഗുരുഭ്യോ നമ, ഗംഗണപതയേ നമ, സംസരസ്വത്യേ നമ, ഓം ഷടാനനായ നമ, ഓം നമോ നാരായണായ, ഓം ഹ്രീം നമ ശിവായ, ശ്രീ മഹാദേവി നമ. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മകയിരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ, അവർ ദോഷ ദുരിത ശാന്തിക്കായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മുതലായവയാണ്. എല്ലാ മകയിരം നക്ഷത്രജാതരും ഇത് ശ്രവിച്ച് ദോഷപരിഹാരാദി കർമ്മങ്ങൾ ചെയ്ത് ജീവിത വിജയം നേടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആകാശമണ്ഡലത്തിൽ നാളികേരത്തിൻ്റെ കണ്ണുപോലെ കാണപ്പെടുന്ന 3 നക്ഷത്രമാണ് മകയിരം നക്ഷത്രം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. മകയിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ ഇടവം രാശിയിലും 3, 4 പാദങ്ങൾ മിഥുനം രാശിയിലുമാണ്. അര ഭാഗം ഇടവം രാശിയിലും അരഭാഗം മിഥുനം രാശിയിലുമായിട്ട് കിടക്കുന്ന നക്ഷത്രമാണ് മകയിരം. മകയിര നക്ഷത്രത്തിൻ്റെ പക്ഷി പുള്ള്, മൃഗം പെൺപാമ്പ്, വൃക്ഷം കരിങ്ങാലി, ദേവഗണം സ്ത്രീ നക്ഷത്രം മുതലായവയാണ്. ദേവത ചന്ദ്രനുമാണ്. ദശാനാഥൻ ചൊവ്വയുമാകുന്നു. മകയിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില സ്വഭാവ വിശേഷങ്ങളിലേക്ക് കടന്നാൽ ഇവർ വളരെ ആകർഷകത്വമുള്ളവരാണ്. മറ്റുള്ളവരെ ആകർഷിക്കുവാനും ഹൃദ്യമായി പെരുമാറുവാനും സൗമ്യ ഭാവം കൊണ്ട് മറ്റുള്ളവരിൽ പ്രതിപത്തി ജനിപ്പിക്കുവാനും കഴിവുള്ളവരാണ് മകയിര നക്ഷത്രക്കാർ. എല്ലാ കാര്യങ്ങളിലും ഒരു ചാഞ്ചല്യം, എല്ലാ കാര്യങ്ങളിലും ഒരു സംശയദൃഷ്ടി, ഒരു സംശയഭാവത്തോടു കൂടി കാണുക, നോക്കിക്കാണുക, ഒരു ഷുവർട്ടി ഇല്ലാതെ എല്ലാ കാര്യങ്ങളെയും സംശയപൂർവ്വം വീക്ഷിക്കുകയും അറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം മകയിരം നക്ഷത്രക്കാരിൽ നല്ലൊരു വിഭാഗത്തിനും കാണപ്പെടുന്നുണ്ട്. ശുദ്ധഗതിക്കാരാണിവർ. ശുദ്ധഗതി കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇവർക്ക് അമളിയിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ചതിവുണ്ടാകുവാനുള്ള സാധ്യത വളരെ ശ്രദ്ധിക്കണം. മകയിരം നക്ഷത്രക്കാർ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടവരാണ്. നമുക്ക് കിട്ടുന്ന കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണോ അവരുടെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കുവാനും നമ്മളറിയാത്ത തെറ്റുകൾക്ക് പഴിദോഷം കേൾക്കുവാനും നമ്മളും സാന്മാർഗികമല്ലാത്ത വഴിയിലേക്ക് തിരിഞ്ഞു പോകുവാനും നമ്മളെ ആ വഴിക്ക് നയിക്കുവാനും അത്തരം കൂട്ടുകെട്ടുകൾക്ക് സാധിക്കും എന്നുള്ളത് മകയിര നക്ഷത്രക്കാർ വളരെ ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ എപ്പോഴും നല്ലതായിരിക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ പിന്തുടരുന്ന ആദർശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ല സ്വഭാവ ഉള്ളവരെയും മാന്യത ഉള്ളവരുടെയും കാര്യങ്ങൾ വേണം നമ്മൾ പിന്തുടരുവാൻ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവവിശേഷങ്ങൾ വേണം നമ്മൾ പിന്തുടരുവാൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകൾ വളരെ ജാഗ്രതയോടുകൂടി, അത് കുട്ടികളുടെ രക്ഷാകർത്താക്കളും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മകയിര നക്ഷത്രക്കാരുടെ രക്ഷകർത്താക്കൾ കുഞ്ഞുനാളിലായിരിക്കുമ്പോഴേ കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക. അവർ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി കണക്കിലെടുത്ത് അവരെ നിരീക്ഷിക്കേണ്ടതുമാണ്. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ തുടക്കത്തിലെ തന്നെ വിലക്കുകയും സൽസ്വഭാവികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള യോജിപ്പും കൂട്ടുകെട്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മകയിര നക്ഷത്രക്കാർ സേവന സന്നദ്ധരാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു സഹായം വേണം എന്ന് കൂടെ നിൽക്കുന്ന ഒരാൾ ആവശ്യപ്പെട്ടാൽ മുന്നും പിന്നും നോക്കാതെ, അത് തെറ്റോ ശരിയോ എന്ന് നോക്കാതെ അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയും അവസാനം പേരുദോഷം ഈ മകയിര നക്ഷത്രക്കാർക്ക് കിട്ടുകയും, എന്നാൽ നമ്മൾ സഹായം ചെയ്തവരിൽ നിന്ന് വേണ്ടത്ര ഒരു സൗഹൃദം നമുക്ക്
കിട്ടാതെ വരികയും ചെയ്യുന്നു എന്നുള്ളതും ഇത്തരത്തിലുള്ള അമളികൾ ജീവിതത്തിൽ പറ്റുക എന്നുള്ളതും മകയിര നക്ഷത്രക്കാർ കൂടുതലായിട്ട് ഉള്ള കൂടുതൽ മകയിര നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആഡംബര സാധനങ്ങളിൽ കൗതുകം, താല്പര്യം, ഭൗതിക സുഖങ്ങളിൽ താല്പര്യം കൂടുതലുണ്ടാകുക, ഇതെല്ലാം മകയിര നക്ഷത്രക്കാർ പൊതുവിൽ കണ്ടുവരുന്ന മകയിര നക്ഷത്രക്കാരിൽ പൊതുവിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം തോന്നി അതിൽ ചെന്നുപെട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ തിരികെ കരകയറുവാൻ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ഒരു ത്വര, അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി തുടക്കം മുതൽ തന്നെ മകയിരം നക്ഷത്ര ജാതർ ഒഴിവാക്കേണ്ടതും അമിതമായിട്ടുള്ള അഡിക്ഷൻ ഒന്നിലും ഇല്ലാതെ ഇരിക്കുന്നതും വളരെ നല്ലതാണ്. ബാല്യകാലത്ത് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചായിരിക്കും മകയിരം നക്ഷത്രക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവർക്ക് 33 വയസ്സിന് മേൽ 50 വയസ്സ് വരെയുള്ള കാലം സുവർണ കാലഘട്ടം ആയിട്ട് ആണ് അനുഭവപ്പെടുന്നത്. പലതരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിത വിജയം നേടുവാൻ മകയിരം നക്ഷത്രക്കാർക്ക് സാധിക്കാറുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും വിരഹവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചേരുന്ന രീതിയിലുള്ള ജാതകപ്പൊരുത്തവും നക്ഷത്രപ്പൊരുത്തവും ഒക്കെ നോക്കി വേണം മകയിര നക്ഷത്രക്കാരുടെ വിവാഹം നടത്തുവാൻ. അസ്വാരസ്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക, സംയമനം പാലിക്കുക. ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെ സൗമ്യമായും ഒക്കെ വിനയപൂർവ്വവും പെരുമാറുമെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും വകവെച്ച് കൊടുക്കാത്ത ഒരു പ്രകൃതം ആണ് മകയിരം നക്ഷത്രക്കാർ പൊതുവിൽ കണ്ടുവരുന്നത്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ജീവിത വിജയം ഉണ്ടാകും, കർമ്മകുശലത ഉണ്ടാകും. അതുപോലെ തന്നെ സൗന്ദര്യം, സൽസ്വഭാവം മുതലായവ മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അസ്വാരസ്യങ്ങളെ പരിഹരിച്ച് സംയമനത്തോടുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മകയിര നക്ഷത്രക്കാർ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത്. മടി ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ മിക്ക മകയിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ നീട്ടി വയ്ക്കുന്ന അല്ലെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. അത് മുളയിലെ അത്തരം പ്രവണത മാറ്റിക്കളയുക എന്നുള്ളതാണ് മകയിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുക, പിന്നീടാകട്ടെ എന്ന് ചിന്തിക്കുക. ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ വരുത്താവുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, സ്വയം വിമർശനാത്മകമായിട്ട് പെരുമാറുക മുതലായവയെല്ലാം ശ്രദ്ധിക്കുക. ഇവർ പൊതുവിൽ പിശുക്കരായിട്ട് തോന്നാമെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം ചെലവ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അത്തരത്തിലുള്ള പണമിടപാട്, പണം കൈകാര്യം ചെയ്യൽ മുതലായ കാര്യങ്ങളിലും മകയിര നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ മെക്കാനിക്കൽ കാര്യങ്ങൾ, മെക്കാനിസം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തൊഴിലുപകരണങ്ങൾ, വൈദ്യുതി, അതുപോലെ തന്നെ ഏതെങ്കിലും ഈ പബ്ലിക്കേഷൻസ്, വസ്ത്രം മാനുഫാക്ചറിങ്ങോ അതുമായി ബന്ധപ്പെട്ട വ്യാപാരമോ, എൻജിനീയറിങ്, അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ്, സർജന്മാർ, ഇവരിലെല്ലാം ഇത്തരം തൊഴിൽ ചെയ്യുന്നവരിൽ കൂടുതലും മകയിര നക്ഷത്രക്കാർ കണ്ടുവരുന്നുണ്ട്. അഥവാ ഇത്തരം തൊഴിലുകളിൽ അവർക്ക് ശോഭിക്കുവാൻ സാധിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇവർ ധരിക്കേണ്ടുന്ന രത്നം ചെമ്പവിഴം, മരതകം എന്നീ രത്നങ്ങളാണ് ഭാഗ്യരത്നങ്ങൾ. ഇവർക്ക് വിപരീത പ്രത്യര വധ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകയിരം, ചിത്തിര, അവിട്ടം, വേദനക്ഷത്രങ്ങളും പുണർതം, ആയില്യം, പൂരം മുതലായവ ഇവർക്ക് വിപരീത നക്ഷത്രങ്ങളുമാണ്. ഇത്തരം നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും ഇത്തരം നാളുകാരുമായിട്ടുള്ള പങ്കാളിത്ത ബിസിനസ്, അതുപോലുള്ള കൊടുക്കൽ വാങ്ങൽ മുതലായ കാര്യങ്ങളും
മകയിര നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ് ജീവിതത്തിൽ നല്ലത്, ഒഴിവാക്കുന്നതാണ് ജീവിതത്തിൽ നല്ലത്. ഇവരുടെ ദേവത ചന്ദ്രൻ ആയതുകൊണ്ട് ഓം ചന്ദ്രമസേ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇവർ സുബ്രഹ്മണ്യ ഭജനം നിത്യവും നടത്തുന്നതും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തി വഴിപാടുകൾ ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ ഇവരുടെ ദോഷശാന്തിക്ക് ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ്. ചുവന്ന വസ്ത്രങ്ങൾ ഇവരുടെ ഭാഗ്യ നിറമായിട്ട് കണ്ടുവരുന്നു. മകയിര നക്ഷത്രക്കാർ ശ്രദ്ധാപൂർവമുള്ള പരിശ്രമം കൊണ്ട് ജീവിത വിജയം ഉറപ്പായിട്ടും നേടുവാൻ സാധിക്കുന്നവരാണ്. ഈ പറഞ്ഞ പരിഹാരാദി കാര്യങ്ങൾ ചെയ്തും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധിച്ചും എല്ലാ മകയിരം നക്ഷത്രക്കാരും ജീവിത വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്തേ.